സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങളുടെ കടക്കാരെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും ഇടയാകുന്നു. സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ എളിയ പരിശ്രമങ്ങൾ വിജയിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, തിന്മയിൽ നിന്ന് മാറി നന്മ ചെയ്യുക, അപ്പോൾ നിനക്ക് സമാധാനമുണ്ടാകും. ദുഷ്ടന്മാരെ അവിടുന്ന് സംഹരിക്കും, നീതിമാന്മാർ ഭൂമി കൈവശമാക്കുകയും നിത്യമായി അതിൽ വസിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, മനുഷ്യ സേവനത്തിനായി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ കട ആശീർവദിക്കണമേ. നീതിയും സത്യസന്ധതയും ഇവിടെ വളർന്നു വരട്ടെ. ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും, ഇവിടെ ജോലി ചെയ്യുന്നവരെയും, ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അങ്ങേ തിരുക്കുമാരന്റെ ജീവനുള്ള പ്രതിരൂപങ്ങളാകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്തത് ഈ രൂപം ആശീർവദിക്കണമേ. നിങ്ങളുടെ മഹത്വത്തിനായി പ്രതീക്ഷിക്കുന്ന ഈ രൂപം ഞങ്ങളുടെ കർത്താവിശ്വയുടെ ഓർമ്മ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി രൂപത്തിൽ വിശ്വസിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കണമേ. പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിശുദ്ധരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം, ഇപ്പോഴും എപ്പോഴും അന്വേഷിക്കും.
ഒരാളിപ്പുറം അത് ഒരു കോൺസെപ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പം എസ്ഒ എന്ന് പറഞ്ഞൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്. മൾട്ടി ബ്രാൻഡ് സ്റ്റോർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ മാർക്കറ്റിൽ ഒരു പുതിയ കോൺസെപ്റ്റാണ്. അതിനും എറണാകുളം ആ ഏരിയയിലൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷേ കോട്ടയം ഈ നമ്മുടെ പാലയിലെ ഫസ്റ്റ് മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്. ഇപ്പം മൾട്ടി ബ്രാൻഡ് സ്റ്റോർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹോം ഗ്രൗണ്ട് ബ്രാൻഡ്സ് വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന അമ്മമാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു ബ്രാൻഡ് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു റാക്ക് കൊടുത്തേക്കാണ് ഓരോ ഫീറ്റ്. അപ്പൊ ഇതിനകത്തൊരു 95 ബ്രാൻഡ്സ് ഉണ്ട് നമുക്ക്. ഈ 95 ബ്രാൻഡ്സും ഇപ്പം നിങ്ങൾക്ക് കാണാൻ എല്ലാവരുടെയും പേരും മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ബ്രാൻഡ് നെയിംസ് ആണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഇവർക്ക് ഷോപ്പ് ഉള്ളവരുണ്ട്, ചിലർ ഓൺലൈൻ മാത്രം ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവർ നമ്മൾ ചെയ്യുന്നത് അവർക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുവാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 o'clock തൊട്ടും 10 to 7 ആണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ്. പിന്നെ നമ്മൾ ഡിസംബറിൽ നമ്മൾ സൺഡേസ് ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഞാൻ സ്വന്തം പ്രസിഡന്റ് സെക്രട്ടറി DC ജോസഫ്, അതുപോലെ പരിചാട് എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുന്നു. ഇത്തിരി മനോഹരമായ ഒരു സംവിധാനത്തോട് നടത്തുന്ന ഈ പ്രൊജക്റ്റ് ഞാൻ എല്ലാവിധ ആശംസകൾ നേരുകയാണ്. ഇത് കാണുവാനും കേൾക്കുവാനുമുള്ള അവസരം പാലക്കാർക്ക് കിട്ടിയ സമയമാണ്. ഇത് ഒന്ന് കാണുവാനും ഇത് പങ്കുചേരുവാനും ഭാഗ്യം കിട്ടിയ പാലക്കാർക്ക് ഇത് അനുഗ്രഹമായി തീരില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ ഷാജി വി. കുരുത്തൻ എന്നുമാണ്. ഭാര്യ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹപ്രവർത്തകരെ, പാലായെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തുടങ്ങിയിരിക്കുന്ന ഈ കച്ചവട സ്ഥാപനം പാലായ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. നമ്മൾ എറണാകുളം, കോട്ടയം സ്ഥലങ്ങളിലൊക്കെ പോയി പർച്ചേസിനേക്കാളൊക്കെ ഉപരിയായി വില കുറച്ചും നല്ല വസ്ത്രങ്ങളും ലഭിക്കാനൊരു പുതിയ പ്രസ്ഥാനം പാലായി വരുന്നത് പാലായുടെ വളർച്ചയായിട്ട് തന്നെ കണക്കാക്കുന്നു. ആ നിലയിൽ ഇത് നല്ല പുരോഗതിയിലൂടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഷാജു വ്യാപാരി സഹീർ സൗദി പാലായിൽ പ്രസിഡന്റ് കൗൺസിലർമാരായ സാവിയ വ്യാപാര സുഹൃത്തുക്കളെ, പാലായില് ഇതുപോലെ ഒരു സ്ഥാപനം ഒരുപക്ഷെ കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായി. ഞാൻ ഈ അവസരത്തില് ഈ സംരംഭം തുടങ്ങുവാൻ ഇവർക്ക് പ്രചോദനമായത് ഒരുപക്ഷെ ജോണിന്റെ ഫാദർ ജിജിയുടെ ഇൻസ്പിറേഷനാണ് ഒരുപക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള എല്ലാ പ്രചോദനവും നൽകുക. ജിജിയുടെ ആത്മധൈര്യം, വ്യാപാരത്തോടുള്ള ആത്മാർത്ഥത, അത് കണ്ടു മനസ്സിലാക്കിയ മരുമകള് തീർച്ചയായിട്ടും എനിക്കും ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് അതിനവരെ പ്രത്യേകം അഭിനന്ദിക്കണം. ജോണും അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർക്ക് കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്കറിയാം വനിതകള്
ഇനി വരും വർഷങ്ങളിൽ ഒരു പക്ഷേ പുരുഷന്മാരെ കടത്തിവെട്ടി വനിതകൾ വ്യാപാര പ്രസ്ഥാനത്തിലേക്ക് വരും. അക്കാര്യത്തിൽ സംശയമില്ല. അവര് ഇത്രയും നാളും വീട്ടില് കുടുംബിനിയായിട്ട് കഴിഞ്ഞെങ്കിൽ വളരെ ധൈര്യപൂർവ്വം കച്ചവടത്തിലേക്ക് കടന്നു വരുവാൻ അവര് തയ്യാറാകും. പ്രത്യേകിച്ച് ഈ കുറിച്യ കുടുംബത്തില് ഇങ്ങനെ വനിതകളുടെ ഒരു ആത്മധൈര്യം മുന്നോട്ടും അവരുടെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തും. തീർച്ചയായിട്ടും ഈ സ്ഥാപനം നല്ലൊരു ബിസിനസ്സിലേക്ക് മുന്നേറുന്ന കാര്യം സംശയമില്ല. എല്ലാവിധ ആശംസകളും കൂടി അതിർത്തും നന്ദി, നമസ്കാരം. കുടുംബാംഗങ്ങള് പ്രധാനപ്പെട്ട ഓപ്പൻ ചേട്ടൻ, ചേട്ടൻ, വൈജു, മറ്റിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും മറ്റ് എല്ലാ സുഹൃത്തുക്കളും നമുക്കെല്ലാവർക്കും അറിയാം. കൊച്ചി കുടുംബാംഗങ്ങള് ജോയി ചേട്ടനുണ്ടായിരുന്ന കാലത്തും അതിനുശേഷം ഈ ചേച്ചിയുടെ നേതൃത്വത്തിലുമൊക്കെ അവർ പിള്ളേരെ 3 പേരും കൂടെ ഒത്തിരിയേറെ സംരംഭങ്ങളിലേക്ക് കടന്നു വന്ന വ്യാപാര വ്യവസായ രംഗങ്ങളിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഈ അവസരത്തിൽ പാലായില് ഒരു മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പാലായിൽ ഒരു മൾട്ടി ബ്രാൻഡ് ഷോറൂം തുടങ്ങുവാൻ അവര് കാണിച്ച ആ ആത്മധൈര്യത്തെ ഞാൻ വളരെയധികം സ്വാഗതം ചെയ്യുന്നു. വളരെയധികം സന്തോഷമുണ്ട്. പാലായില് മാറ്റങ്ങൾ വരുന്ന കാലത്ത് മാറ്റങ്ങളിലേക്ക് തന്നെ ചൂടെടുത്ത് വെച്ച് അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാവിധ ആശംസകളും നൽകുന്നു. അതുപോലെ ഈ ചേച്ചിയും ഒക്കെ ഇതിനകത്ത് ഒത്തിരിയേറെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യാപാര രംഗത്ത് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇനിയും മുമ്പോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സ്ഥാപനം നമുക്ക് പാലായ്ക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇറക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങള്, കാരണം പാലായിലെ വ്യാപാര മേഖലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്ന പുതിയൊരു കാഴ്ചപ്പാട് ഇവിടെ ആരംഭിക്കുകയാണ്. സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ പ്രൊഡക്റ്റുകൾ ഓൺലൈനിൽ കൂടെ നമ്മുടെ പുറകിൽ വരുന്ന സിസ്റ്റം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ഇവരുടെ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇത് കണ്ടിട്ട് ഓർഡർ ചെയ്ത് വരുമ്പോൾ വീട്ടിൽ വരുന്ന കവർ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ വേറൊരു സാധനമായിരിക്കും, അല്ലെങ്കിൽ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്തൊരു സാഹചര്യം വരും. അതിനൊക്കെ അപ്പുറത്ത് ഇവിടെ വന്ന് കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ട് ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അത് മേടിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ മേടിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ പാലായില് ഇങ്ങനെ ഒരു പുതിയ കാഴ്ചപ്പാട് ജോണിനൊക്കെ നമ്മുടെ വ്യാപാര വ്യവസായയുടെ യൂത്ത് വിങ്ങിന്റെ പുതിയ പ്രസിഡന്റായിട്ട് ജോൺ ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പൊ ജോണിന്റെ വ്യക്തിബന്ധങ്ങൾ വലുതാണ്. ടോജോയുടെ ചേട്ടനുമായിട്ട് എനിക്ക് നല്ല കമ്പനിയാണ്, ഫാദറുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പം ഇവരുടെ ഫാമിലിയും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ വീസ് ചേട്ടനൊക്കെ പറഞ്ഞ പോലെ ഈ ചേച്ചിയെ ഞാനിവിടെ ഒന്ന് പൊക്കി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകില്ല. കാരണം ആ പുള്ളിക്കാരത്തിയുടെ ഒരു കഠിനാധ്വാനം കൊണ്ട് പിള്ളേരെല്ലാം വളർത്തി നമ്മുടെ കേരളത്തിൽ വിദേശത്തൊക്കെ ആയിട്ട് ഈ കന്നഡ മേഖല വ്യാപാര മേഖലയിൽ വലുതായ ഒരു സ്ഥാനം. കാരണം ഇന്നലെ ഞങ്ങൾ മുനിസിപ്പൽ മെഡിസിറ്റിൽ പോയി, അവിടെ പോലും നമ്മുടെ ദർശനയുടെ ഷോപ്പാണുള്ളത്. അതുപോലെ തന്നെ ജോൺ ഇപ്പം നമ്മുടെ സാന്താ കോംപ്ലക്സില് ഇതുപോലെ ഷോപ്പ് പുതുതായിട്ട് പുതുക്കിപ്പെടുന്നു. ഉദ്ഘാടനം ഞങ്ങളെ ഒന്നും വിളിച്ചില്ല, അതിന് വലിയ പക്ഷെ വേറെ കാര്യമാണ്, നമ്മളിപ്പോ ഒരു മോഡലിനെ തപ്പി പാലായിൽ വേറെ തപ്പേണ്ട ആവശ്യമില്ല. ഫേസ്ബുക്ക് തുറന്നാലും വാട്സപ്പ് തുറന്നാലും ജോണിന്റെ പ്രൊമോ വീഡിയോസ് ആണ്. അപ്പം നമ്മള് ഒരു വലിയൊരു സെലിബ്രിറ്റിക്ക് ഇപ്പം നമ്മുടെ കണ്ണീർ റോസിനെ എങ്ങാണ്ട് പാരസി ജിന്ന് കൊണ്ടുവരുന്നു. 4 ലക്ഷം രൂപയാണെന്നാ പറഞ്ഞത്. നമ്മുടെ ജോണിനെ വിളിച്ച ഫ്രീ ആയിട്ട് ജോണിന്റെ പ്രൊമോഷൻ സൂപ്പറാണ്. അപ്പം ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് തുടക്കമായി ഈ സ്ഥാപനത്തിന് എല്ലാ വിജയങ്ങളും നന്മകളും ആശംസിക്കുന്നതാണ്. നന്ദി അർപ്പിക്കാൻ വേണ്ടി സോളിന്റെ മാനേജിംഗ് പാർട്ണറായിട്ട് ഗുഡ് മോർണിംഗ്. ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സോളിന്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഞങ്ങളുടെ പുതിയ ഒരു സംരംഭമാണ് പാലയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പാലക്കാരുടെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒന്നും പറ്റില്ല. അപ്പം പാലക്കാട് തന്ന എല്ലാ സപ്പോർട്ടും നമുക്ക് 100% നമ്മുടെ കൂടെയുണ്ട് എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പാലയ്ക്ക് നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരും നിങ്ങൾക്ക് തരണം.
പിന്നെ വന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു ഒരുപാട്. ഒരു കാര്യം കൂടെ വിട്ടുപോയി, കാരണം ഇത്രയും ആൾക്കാരോട് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ജോണിന്റെ നേതൃത്വത്തില് നമ്മുടെ ജൂബിലി പെരുന്നാൾ അനുബന്ധിച്ച് ഡിസംബർ 4 തൊട്ട് പുഴക്കര മൈതാനത്ത് പല ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഭക്ഷ്യമേള നടത്തുകയാണ്. അത് ശരിക്കും 10-20 ലക്ഷം രൂപ മുടക്കുള്ള വലിയ പാലായുടെ ഒരു പുതിയ അനുഭവമായിരിക്കും. ജോണിന്റെയും ടീമിന്റെയും ഫ്രെഡ്ലി ഉണ്ട്, എബിക്സൺ ഉണ്ട്, ജിസ്മോൻ ഉണ്ട്, ഇതെല്ലാം കൂടെ ചേർന്ന് ചെയ്താണ്. വ്യാപാര വ്യവസായി അക്കച്ചേട്ടന്റെയൊക്കെ പരിപൂർണ്ണം എന്നുള്ളതോടെയാണ് അത് വിജയിപ്പിക്കാനുള്ള ശ്രമം എല്ലാവരും ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് അറിയുന്നു. അതുപോലെ നമ്മുടെ ആശംസ അറിയിക്കണം. മൃഗത്തിൽ പറഞ്ഞു എന്നാലും സജിമൻ ജയിച്ചേട്ടാ. സജിമൻ 2 വാക്കുകൂടെ പറഞ്ഞു. പ്രിയപ്പെട്ട ബന്ധു എന്റെ സുഹൃത്തുക്കളായ ജോണിന്റെ നേതൃത്വത്തില് ഇന്നിവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭം ഇത് വളരെ ഗംഭീരമായ വിജയമാകുന്നതിന് യാതൊരു സംശയമില്ല. ഇത് പാലായിക്ക് ഒരു തിരകൽക്കുറിയായി മാറട്ടെ. എല്ലാ വിജയാശംസകളും.